എന്റെ തൊലി ഉരിയുക. ചേട്ടാ ഇനി നീ എന്നെ അങ്ങനെ വിളിക്കരുത്. തീർന്നു എല്ലാം. പഴയ ബന്ധവും പറഞ്ഞ് മേലില്ല പടി ചവിട്ടിയാ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ വരുത്തപ്പെട്ടേ दोनों में प्यार हो गया. ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി. ये लड़की भी पहले से करती थी इसे लाइक ना. और ये भी करता था शायद, पर ये दिखा नहीं जाता उस चीज को. തനിച്ചു നിന്നെ ഞാൻ നിനച്ചിരിപ്പുണ്ട് കറുത്ത പെണ്ണേ. तो प्रॉब्लम तब होगी ना जब ये घर जाएगा, फिर वहाँ इसका जो वही है वो तो आ चुका होगा शायद घर. हो सकता है वो घर आ गया हो. अब प्रॉब्लम ये होगी कि वो भी इसे लाइक करता है. फिर दोनों के बीच शायद दुश्मनी हो जाएगी. और उसे तो गलत फहमी है कि ये मुझे पसंद करती है. ചിക്കൻ ചിലമ്പുന്ന തങ്കച്ചിലം വിട്ട് തെന്നി തുടിക്കടി കള്ളിപ്പെണ്ണി കറുത്ത പെണ്ണടി. आ गया ये तो वापस. कैसा है वो वापस? കാര്യങ്ങളൊക്കെ പറയാൻ സമയമാകുന്നവരെ നമ്മൾ തമ്മിൽ വലിയ ശത്രുക്കളായിട്ടിരുന്നാൽ മതി. समझा देगी बोले से. ഒക്കെ പറഞ്ഞവരെ इसकी नई रस्सी पे लगी हुई है. उसे लड़की पे लगी है. അതുകൊണ്ടേ खुश हो गया. इसके अलावा जो എന്റെ മണിക്കുട്ട നീ ഇങ്ങെത്തിയോ? എന്റെ ഉള്ളിൽ തീയായിരുന്നു. നാക്ക് വളച്ച നുണ പറയുന്ന ഈ അല്ല ഇതാരാ? ഇവളുടെ കാര്യമൊന്നും എന്റെ അടുത്ത് ചോദിക്കണ്ട. പിടിച്ച് കയറ്റി അടുത്ത് ചോദിച്ചാൽ മതി. കാര്യങ്ങളൊക്കെ ശ്രീകൃഷ്ണൻ പറഞ്ഞു. വരുന്നവരെയൊക്കെ കയറ്റി പൊറപ്പിക്കാൻ വണ്ടി നിറക്കി വിടാൻ ഞാൻ പഠിച്ച പണി 18 നോക്കിയാ. അല്ല പോലെ കയറി പിടിച്ചിരിക്കുക. മോന്ത നോക്കി ഒറ്റ वो तो उदास हो रही है. काम करेगी शायद वो घर का. കുട്ടി കരയൊന്നും വേണ്ട. നീ മോടക്കൊണ്ടാക്കാൻ നിൽക്കരുത് കേട്ടോ. കണ്ടിട്ട് കുടുംബത്തിൽ പറഞ്ഞ ലക്ഷണമൊക്കെ ഉണ്ട്. ഇവിടെ അകത്തൊരാളിന്റെ ആവശ്യം. ഒന്നുകിൽ നീ കള്ളുകൂടി നിർത്തണം, ഇല്ലെങ്കിൽ ചന്തയ്ക്ക് പോക്ക് നിർത്തണം. അയ്യോ എന്റെ പൊന്നു പെങ്ങളാണ് ഞാൻ. വേണ്ട 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 വേണ്ട. നീ സത്യം इसकी बहन तो है यार. बोल रहा था माय डियर सिस्टर नहीं बोलता था वो. കൈ വെക്കാൻ. इसी की बहन तो है इसका. കുടിക്കില്ല എന്ന് പറ. ഇനി മേലെ കുടിക്കില്ല. എന്തോന്ന്? കള്ള്. माय डियर सिस्टर बोलता ना. ചേട്ടാ എന്റെ തല सॉरी. എനിക്ക് അത്ര ചിരിയൊന്നും വരുന്നില്ല. बचेगा सही वहाँ से. ये क्या हो रहा है? अच्छा तो तेरा क्या बोलने वाले थे तुम ना. हाँ कार्ड नहीं कार्ड भविष्य दिखाने वाला है. मेले मेले का सीन होगा शायद. अच्छा उसके बाद जा रहा है अपना फ्यूचर भी आ रहा है. वरना ഇല്ല കൊടുക്കാൻ എന്നെ ശ്രീകൃഷ്ണൻ തമ്പുരാന്റെ മുത്തുക്കാള വായി തുറന്ന് നോക്കി മൈതാനം പോലത്തെ നെറ്റി കണ്ടോളി. ചക്കച്ചോള പോലത്തെ തൂമ്പപ്പൂ പോലത്തെ ഈ കാര്യം ആരോടും മിണ്ടണ്ട. എന്താ വാവ് കഴിഞ്ഞാല് ഒന്നും മണ്ടൊക്കെ വാങ്ങിച്ചോളി. പക്ഷെങ്കില് എഴുതി ചോദിച്ചോളി. താത്തമ്മ അങ്ങനെയാണ് പറയണത്. ഇപ്പൊ പുറത്തറിഞ്ഞാല് തമ്പുരാൻ നിനക്കിന് പെണ്ണ് വേറെ. ഞാനോട് പറഞ്ഞല്ലോ മുറക്ക് നടന്നിരിക്കുന്നു. നമ്മളെ മംഗലത്തിന് ഈ കാശ് വേണമെങ്കിൽ നീ തമ്പ്രാനെ കെട്ട്. ഇത് അങ്ങേരുടെ തമ്പ്രാൻ തത്തേന്റെ അടുത്തുണ്ട്. സത്തേ ആ ചിമ്മയൻ നിന്ന് ചിടുക പലരും കേട്ടോ. ചുന്നരി എന്താണ് ഒരു കുറവ്? എന്താ കാത്തുവേട്ടത്തേക്ക് ഒരു കുറവ്? അവളുടെ കാര്യം മിണ്ടിപ്പോരുത്. പല പ്രാവശ്യം ഞാൻ എന്നാൽ പറഞ്ഞു. ഈ കാര്യം മിണ്ടരുത്. ഇത് മിണ്ടി അത് മിണ്ടും. बैल बेचने वाला बिजनेस करते हैं शायद ये ना. बैल और अनाज सब्जियां वगैरह सब. बाबा अब जवान बन रहा है. ശ്രീകൃഷ്ണൻ
എന്തൊക്കെയാ നീ वो लड़के से കാട്ടുന്നത്? अपना भाई बनती अभी जो इसे भी नहीं पता कि ये उसके लिए कर रहा है ये सब. കൊമ്പൊക്കെ पता चलेगा तब ये दुखी हो जाएगा. പുതിയ ഒരു പൂങ്കൊമ്പെ പിടിക്കാനുള്ള ആലോചനയില. തെളിച്ച് പറയടാ. लेकिन सिस्टर बोल रहे ना से ഞാൻ അക്കാര്യം പറഞ്ഞ് तो इधर साथ में रह रहे हो. ആയിക്കളയാ. खुश हो गई എന്റെ शादी ഭഗവതി, करेगा. ഞാൻ എന്തായി കേക്ക് എന്ത് വേണേലും വായിക്കോ. वैसे आटे। लड़की कौन है? ഏതാ പെണ്ണ്? हाँ जुलाई की बात बताएगा. चला बस बताएगा. उसने बताया था वो हाँ. पोते वाले ने. അത് മതി എനിക്ക്. മണിക്കുട്ട, അടുത്ത ഉള്ള നിന്റെയാ? എന്റെ ചിന്നുകൊണ്ടേ കഴിയട്ടെ. അത് ഞാൻ നോക്കിക്കോളാം. അതെ, അവൻ പറഞ്ഞതാ ശരി. ഭഗവതി അനുഗ്രഹിക്കണേ. ഇപ്പൊ തന്നെ പറച്ചിക്കാവി നെയ്വള ഏതാ ये പെണ്ണ്? नहीं है. കർക്കിടകം കഴിയട്ടെന്നാ പറഞ്ഞത്. ആര് പറഞ്ഞു? തിമ്മയ്യൻ. അയാള് പറഞ്ഞ കാളയെ മേടിച്ച് കെട്ടിയോണ്ടല്ലേ നമ്മുടെ വണ്ടി ജയിച്ചത്. അയാള് ये समझ क्यों नहीं रहा वही അയാള് लड़की तो കരിമ്പ് होगी. നട്ടോളാൻ പറഞ്ഞ കൊല്ലം नहीं, और कौन ബാക്കിയുള്ളവരുടെ सी നെല്ല് लड़की വീഴും है? മുഞ്ഞ്. ഏ? കർക്കിടകം കഴിയട്ടെ. എന്നാ കഴിയട്ടെ. പെണ്ണിനെ എനിക്ക് അറിയാലോ. झूठ बोल रहा है. के काले लेटर के ഉം, ചെറിയ कुछ और കായോ समझ വലിയ रहा കായോ. നീ जी कहीं उस लड़की को तो नहीं समझ रहा जो वहाँ रहती है. अरे जो इसको प्रपोज करती है थिएटर में. हाँ हो सकता है. अब वो भी हंस रही है इसको देख के. അനയ लड़की इसके पीछे पड़ गई. വായിക്കുന്ന വയറേണ്ട ചമ്മന്തി तो हर समय इसी को देखता रहता है. വീട് വരെ ഒന്ന് പോയിട്ട് വരാം. തങ്ങളുടെ കാര്യം ഒന്ന് ഉറപ്പിക്കണം. ആ പെണ്ണിന്റെ കുഴച്ചിലിത്തിരി അധികമുണ്ട്. 1-2 ദിവസം കരിവിള ഇട്ട കല്യാണം വേഗം വരുന്ന ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. ഇനി അതില്ലാത്ത എന്റെ ഒരു കുറവേ ഉള്ളൂ. എനിക്ക് വേറെ പണി. और ये सामने कैसे करता है नाटक नहीं. നീ വരുമ്പോ ഇത്തിരി കരിവിള വാങ്ങിട്ട് വരാൻ പറ്റുമോ? अब ये लेके आएगा. അതിനെന്താ? चला गया लेने. चला ये लेने या फिर लाया होगा शायद. ना देख रहा उसे. लाया होगा ना उसके लिए शायद. पीछे वाले को पता चल गया. തമ്പ്രാൻ കണ്ട എന്ത്? ഓള് തുണി അയക്കുന്നത്. ഏറപ്പേ. പോടാ. लार को होगा. हाँ देखो ला रखा है. അവിടെ വന്നെ. इसके पास देगा क्या वो? ഞാൻ അവളുടെ മുറിയിൽ ഒളിച്ചു നോക്കി. किसी को ना बताने के लिए बोल रहा. നീ കൂടുതൽ കിന്നരിക്കൊന്നും വേണ്ട. 400 रुपए देगा. പൈസ വല്ലതും വേണോ? പൈസ ഒന്നും വേണ്ട. പിന്നെ ഒരു പഴയ ആട്ടയ്ക്ക് വീക്കും ഞാൻ. ആ किसी को फर्क ही नहीं पड़ता. अब वहाँ पर रख देगा मुझे ऐसा लग रहा. अब कहीं वो ये ना समझे कि उसने दिया, उसने भेजा, നമ്മൾ ഒന്നാവുന്ന നാളും കാത്ത് കഴിയാണ് ഞാൻ. उसने रखा है. 1000 മുത്തങ്ങൾ കൊണ്ട് किसी പൊതിഞ്ഞ ने ഈ लिखा होगा. കരിവളകൾ ഇതണിഞ്ഞ് നിന്നെ उसने കാണുമ്പോൾ ना. अच्छा उसने താളമേ लिखा है. अब कहीं वो ये ना समझे कि हाँ, उसने भेजा. मोहनलाल ने रख दिया उसने वहाँ पर देखो. ये वहाँ से उठा तो नहीं ले रहे. इतनी सारी चूड़ियाँ उठा दी. ओहो. अभी कहीं अपने वाले को नहीं दे देगा. हाँ मुझे ऐसा लग रहा है. अच्छा बेचने चला गया उन्हें. ചോദിക്കണോ? തിമ്മയ്യന്റെ കണ്ണി കാണുന്നത് വെച്ച് നോക്കിയാലേ നേരായ Question जा रहा है इससे. നടക്കില്ല. वो भाई, चूड़ियाँ कुछ दी बात उसे तो उसके बदले कह रहा मेरा वो देखो. अच्छा अपनी मैरिज के बारे में पूछने यार का ना ये भी. ഈ താത്താക്ക് എന്ത് വില വരൂ? हाँ उसको खरीदने जा रहा है. ദിനം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒന്ന് പൊട്ടക്കുളത്ത് താത്ത നായെ. ओ चूड़ियाँ चूड़ी उसने तोड़ी होगी चूड़ियाँ फिर. लागे. ओ ഇനി ഇതിട്ടില്ലാന്ന് വെച്ചിട്ട് കല്യാണം കളവാണോ എന്ന് उसे लगेगा कि എന്തായാലും വാങ്ങിട്ട് വന്നില്ലേ? इसने എന്റെ मेरी കയ്യിലൊന്ന് चूड़ियाँ. ഇട്ട് തന്നു. हाँ. എന്നിട്ട് വേണം. വീട്ടിലേക്ക് വരുന്നെങ്കിൽ വേഗം വന്നോളൂ. പെങ്ങളെ കാളക്കാരൻ വേലയും വന്ന് ഇവിടെ തന്നെ നിൽക്കാൻ വേണം. ഞാൻ ഇപ്പൊ വരാം. वैसे इसे सबको बता देना चाहिए था नहीं कि मैं और ये और मैं दोनों शादी करना चाहते हैं नहीं. खुश हो गया. വളകളെ मंगली തുമ്പിയുടെ കൈക്ക് നല്ല
ये कुछ और ही समझ रहा है ഇതിലൊന്ന് ഇട്ട് തന്നാലെന്താ? ഒരു മൊരടനാ. മരടനാണെങ്കിലും ഇഷ്ടല്ലേ? ദാ, പിന്നെ എന്തിനാ കരിവള? അസല് പൊന്നുമ്പള ഇട്ട് തരില്ലേ? കർക്കിടകം കഴിയുന്നവരെ ഒന്ന് കാത്തിരുന്നാ മതി. ഓടി. उसे भी जुलाई के वेट करने മാനം തെളിഞ്ഞേ നിന്നാൽ മനസ്സും നീ ये क्या कर रहा है अबे उसको खा ले शायद. किसको तोते को. तोते को हाँ. अच्छा അതെന്താടോ ആ കണക്ക്? ചെക്കന്റെ അപ്പന് കാലിച്ചന്റെ പൊരുത്ത അതാ പണമായിട്ടില്ലെങ്കിൽ പശുവായിട്ടായി. ഒന്ന് ആര് പറഞ്ഞു? കണ്ണയ്യന്റെ അല്ല പെണ്ണ്, മാടമ്പിപ്പെരയിലെ മാണിക്കന്റെ പെങ്ങളാ. അവന്റെ പെങ്ങള് എന്റെയും പെങ്ങളാ. 20 പവന്റെ ആഭരണവും इसकी बहन की शादी हो रही है ना ചേലത്തെ मोहनलाल की बहन की മാടമ്പിക്കാര് വാക്ക് പറഞ്ഞ വാക്കാ. എന്താ സംശയമുണ്ടോ? അതില്ല. ഈ കൊല്ല ഈ മുറ്റത്ത് കുറെ പന്തല് क्या दे रहा है? നീ കേട്ടോടാ മോനെ, സർക്കാർ പണി खुश हो रहा है. काफी मदद करते हैं ना उनकी താലിയും മാലയും ഒക്കെ പറച്ചിക്കാവി കൊണ്ടുപോയി പൂജിക്കണം. അതൊക്കെ നിശ്ചയം കഴിഞ്ഞിട്ട് അച്ഛൻ അറിഞ്ഞു തന്നെയാ നിനക്ക് പേരിട്ടിരിക്കുന്നെ. കൊള്ളം കൃഷ്ണനാണ്. किसको हो रहा है? ഞാൻ പോലും അറിയാതെ എന്തൊക്കെയാ പറഞ്ഞാ മതിയെന്ന്. ഇതിനെന്തെങ്കിലും മുടക്കം വന്നാൽ बता रहा പിന്നെ എന്റെ ജീവിതത്തിൽ ഈ സംഭവം ഉണ്ടാവില്ല. मैंने बताया तो. ഇതിനിപ്പോ എന്തും ആയാലും നിനക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് ലക്ഷ്മിയാ. ആ പെങ്ങള് ആ മാണിക്കനോട് ഒന്ന് പറയണം. തോളിലേറ്റി നടക്കും അവൻ. ഞാൻ ഇതൊക്കെ അവളെ ഒന്ന് കാണിച്ചിട്ട് വരാം. ഇവിടെ ഒരു പ്രേമം ഒളിച്ചു നടക്കുന്നത് ഞാൻ അറിഞ്ഞു. है? मुझे से पता चल गया पता चल गया. कि वो इससे करना चाहता था शादी പ്രേമായി ദാ കല്യാണത്തിന്റെ പുടവയും താലിയൊക്കെ ऐसे लग വാങ്ങി रहा है कि मेरे भाई വെച്ചിരിക്കുന്ന को पसंद പൊന്നനിയൻ. करती है. ഇനി കുരവേ മേളോ മാത്രം. മംഗലാപുരത്തുനിന്ന് തിങ്കളാഴ്ച കണിയാൻ വന്ന നേരെ ഉറപ്പിക്കാം. മാണിക്കന്റെ അപ്പനോട് പറയണ്ടേ? തമ്പ്രാൻ ओह अच्छा. पता चल गया ऐसे. തമ്പ്രാൻ ചേട്ടന്റെ മനസ്സിൽ ഏതോ ഒരു പെണ്ണുണ്ടെന്നും ഉടനെ അത് നടക്കുന്ന മാണിക്യം പറഞ്ഞത് അത് इसे बता दे मनी कम से प्यार करती है. ओह നീയും മാണിക്കനും തമ്മിൽ ഇഷ്ടമാണെന്ന് കൃഷ്ണൻ അറിയോ? എന്നെ കൂടെ കൂടെ ആ. ഏതായാലും നീ ഇപ്പൊ ഇതൊന്നും മാണിക്കനോട് मानी പറയണ്ട. का नाम बताने के लिए बोल रही. കൃഷ്ണൻ തന്നെ നേരിട്ട് പറഞ്ഞോട്ടെ. हैरान हो गया अभी. चल कैसे पता क्या करेगा अभी? इसको खेत में ला गई. इससे बात करेगी मुझे लग रहा है. എന്താ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ വെച്ചോ? മുമ്പൊന്ന് പ്രാർത്ഥിച്ചാൽ കുറ്റബോധം ഏറുമ്പോ ഭഗവാനെ കൂട്ടുപിടിച്ച് ആശ്വസിക്കാമല്ലോ. അമ്മ എന്നെ അങ്ങനെയാണോ അമ്മ കണക്കാക്കിയിരിക്കുന്നത്? കാര്യം പറയൂ. നിനക്ക് കാർത്തുമ്പിയെ ഇഷ്ടം? अबे देखो उसे बोलने के लिए बोल रही है. നിന്റെ തമ്പുരാൻ ചേട്ടനെ ഞങ്ങൾക്ക് വേണ്ടി നിനക്ക് അത്രയും ചെയ്തുകൂടെ? अच्छा उसके भाई ने पहली बार किसी ഒരു लड़की को पसंद പൊട്ടനെ किया. പോലെ പൊന്നും വളയും പുടവയും ഒക്കെ വാങ്ങി കല്യാണത്തിന് കച്ച കെട്ടിയിരിക്കുക. नहीं तो अरे लड़की जिसे पसंद करती है हाँ उसी से तो होगी शादी സഹിക്കില്ല മോനെ. अब वो तो इसे पसंद करती है ना ये चीज क्यों नहीं समझ रही है അതുകൊണ്ട് अपने भाई की प्रॉब्लम समझ रही बस. അവനൊരു കുടുംബമായി കാണാനുള്ള എന്റെ കൊതി നിനക്കറിയില്ലേ? മറ്റൊരു മാർഗം हैं? वो दिखा रही है उसने अपना. इसको इमोशनली वो कर दिया उसने लग लग इसको पता चल गया. തൊഴുത്തിലെ ടാവണം കറന്നെടുക്കും. എപ്പോഴാ ലാഭം തോന്നിയാൽ കണ്ണും പൂട്ടിപ്പിക്കും. इसने उसे मना कर दिया സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാവട്ടെ എന്നിട്ട് ആലോചിക്കാം. ഇങ്ങനെയൊന്നും ഇതുവരെ സംസാരിച്ചിട്ടില്ലല്ലോ. ഇങ്ങനെയൊക്കെ പറയുമ്പോ
എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. കാർത്തുമ്പി കരയണ്ട, നടക്കേണ്ടതൊക്കെ നടന്നോളൂ. उसने सुन लिया ऊपर से. ये लग रहा है इसमें विलन, ये करेगा विलन का काम. हाँ लग शरीफ रहा था ये. शरीफ तो नहीं हो, ആ, बहुत तेज है. എന്തൊക്കെയുണ്ടോ? തന്റെ തത്തയുടെ നാവ് കൊള്ളാം. इसके എന്റെ तोते को മകൻ. मार दिया था उसने. ഓന്റെ തത്ത നേര് പറയില്ല അമ്പ്ര, ആര് പറഞ്ഞു? ഞാള് പറയുന്നു ആ, നേര് പറയുന്നത്. इसको बता देगा, भड़का देगा दोनों को. പറഞ്ഞാലും നമ്പ്ര बता വിശ്വസിക്കൂല. रहे എന്താന്ന് വെച്ചാ പറഞ്ഞു തുടങ്ങടാ. ഞാള് പറയൂല അമ്പ്ര, കണ്ണ് കണ്ടത് മാണിക്കിനെ പറ്റി വല്ലതും പറഞ്ഞോണ്ടല്ലോ അടിച്ചു നിന്റെ കൊന്നുകളാ ഞാൻ. ഒന്നോളി അമ്പ്ര. തമ്പ്രാന്റെ കൈ കൊണ്ട് വരിക്കാൻ ഞങ്ങൾക്ക് ഓൻ നടത്തൂല അമ്പ്ര. ഈ കണ്ണോണ്ട് ഇയാള് കണ്ട്, ഈ കാതുകൊണ്ട് ഇയാള് കേട്ട്, ആ മാണിക്കനോളെ പിടിച്ച് अपनी മൊത്തം तरफ കൊടുത്തു से അമ്പ്ര. क्या बोल रहे हैं? अपनी तरफ से झूठ कह रहा है. തമ്പ്രാന്റെ ഉണ്ടായിരുന്ന പിക്കപ്പ് എന്ന് പറയുന്ന എന്തോ ഒരു സാധനം പോയി, അതുകൊണ്ട് മക്കൾ ഉണ്ടാവില്ല എന്ന് ഓൻ പറഞ്ഞ बहुत कमीना है तो. ഓള് പറയാ എന്നാ ഒളിച്ചോടാന്ന്. അപ്പൊ ഓൻ പറഞ്ഞ് അങ്ങനെ വേണ്ട, ഊട്ടി കുത്തി തുറന്ന് പൈസയും പണ്ടോ എടുത്ത്. क्या क्या बोल दिया उसने हैं? कैसे भड़का रहा उसे. ये पहले से ही उसे पसंद नहीं करता था ना. അപ്പൊ ഇത്രയും കാലം അവരെന്നെ इसने इस बात കളിപ്പിക്കുകയായിരുന്നു. में यकीन कर दिया. അടിച്ച് കഴിക്കണം അമ്പ്ര, എന്നിട്ട് ഓടിക്കണം. നമ്മളെ कैसे പൊരക്ക് भड़का रहा उसे. ഈ നാട്ടിൽ നിന്ന് ഓടിക്കണം. തമ്പ്രാൻ ഒരാ ഒന്നിനെ എനിക്ക് വേണം. ഇനി അതെന്റെ വാശിയാ. बदला ले गए. उसमें से इतना भड़का दिया, दोनों की भी दुश्मनी कराएगा. इसके साथ आ गया देखो. ये औरत ही पसंद नहीं करती उसको. पी के आ रहा देखो. നാളെ ചിന്നുവിന്റെ നിശ്ചയ പറഞ്ഞിട്ട് പോവാനായി സന്ധ്യോളം കാത്തിരുന്നു. എന്റെ തല തൊട്ട് സത്യം ചെയ്യിച്ചില്ലേ കുടിക്കാൻ പാടില്ലെന്ന്. ഇനി ഞാൻ കുടിച്ചാൽ അവന്റെ തല ഇടുത്തി വീഴുമെന്ന് പെങ്ങള് പറഞ്ഞില്ലേ? നീ ഒന്നും അറിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. കേട്ടതൊന്നും സത്യമായിരിക്കും. ആരുടെ വിട്ടി എന്നെ ഒരു കോമാളി വേഷം കെട്ടിച്ച് കൂത്തടിച്ചു. എന്നിട്ട് ഞാൻ കാണാതെ പെങ്ങളും അവരോടൊപ്പം ഭാവത്തിൽ ചിരിച്ചില്ലേ? ഇനി അവന് വേണ്ടി വക്കാലത്ത് പറയാൻ ആരും വരണ്ട. എനിക്ക് പെങ്ങളോടൊന്നേ പറയാനുള്ളൂ. ഇനി सामने मिलेगा ना ये मानिकम. पता नहीं क्या करेगा उसका ही. ഓംബ്ര എനിക്ക് അവളെ കിട്ടിയേ തീരൂ. അതിനാദ്യം ये कौन है वो? पता नहीं क्या आइडिया दे रहा उसे. ഞാളെ മാമന്റെ മോളില്ലേ ഏ? കുയിലി, वही है. अच्छा ഇവിടുത്തെ പണിക്കാരത്തി പെണ്ണ്. ഓ ആ. ഓക്കെ. अब ये चाहता है कि उन दोनों के साथ हो ചെറിയ जाए. ബുദ്ധി തോന്നുന്ന കാര്യമാണ്. वो लड़की थी ना जो निकाल मानिकम देता पसंद करती थी. കുയിലീനെ കൊണ്ട് നാട്ടുകൂട്ടത്തിൽ नहीं मरियम को फंसाने के लिए कह रहा हूँ. ഒരു പെണ്ണങ്ങനെ പറയുമ്പോ നാട്ടുകൂട്ട ഓള കൂടിയേ നിൽക്കൂ. മാണിക്കനോട് ഓളെ കെട്ടാ अच्छा पंचायत बोलेगी इससे लड़की शादी करके मना करेगा तो गांव से बाहर कर देगी पंचायत. ഞാളെ ചെറിയ ബുദ്ധി തോന്നിയ കാര്യമാണ്. കൊള്ളാം. ഒരു വേടിക്ക് രണ്ടു പക്ഷി. ഞാളെ ചെറിയ ബുദ്ധിയിൽ പച്ചി മൂന്നാമ്പ്ര ആരും വരൂല. പേച്ചവളല്ലാന്ന് ഞങ്ങൾക്കറിയാല. അപ്പൊ ഞാള് പോയി ഓളെ കിട്ടും. तो उस लड़की से शादी कोई नहीं करेगा. फिर ये करेगा उससे शादी. खतरनाक है ये है. ദൈവം ഇപ്പൊ അറിഞ്ഞു ഇത് തന്നെയാ നിനക്കൊന്നും നസീം വലിയ സ്റ്റുഡിയോസ് ബുദ്ധി ആവുക. തരാതിരുന്നത്. पर है कितना शातिर. പക്ഷെ ആ കുയിലിപ്പെണ്ണ് ചോണ കണ്ടത് इससे बात करने चला. अब से भड़काएगी. ഞങ്ങക്ക് ആ പെണ്ണ് അവനെ കൈവശം കൊടുത്ത് മയക്കി വെച്ചിരിക്കുക. നിനക്ക് അവനെ വേണമെങ്കിൽ ഈ ഒരു വഴിയേ ഉള്ളൂ. अच्छा अब ये बताएगी. पंचायत बुला दी. सबसे पहले खुद ही पहुंचेगा. ओ गांव के लोग आ गए. क्या क्या बोल रहे हैं अभी. उसने उस लड़की को बोला होगा ना बोलने के लिए तुम ये सब बोलना है. ये औरत का कुछ दिमाग ही नहीं है. तो कुछ ही बोल देती है. കുറ്റക്കാരൻ എന്റെ ഒരു ബാല്യക്കാരനായതുകൊണ്ട് ഇക്കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനമെടുക്കും. बाकी लोग डिसीजन लेंगे.
കുയിലിപ്പെണ്ണിനെ പിഴപ്പിച്ചതിന്റെ ഉത്തരവാദിത്വം ओ മാണിക്കനാണെന്ന് ബോധ്യം. ये बड़ा रेप का इल्जाम लगाया उसने उस पे हाँ, ചെന്ന് എനിക്കറിയില്ല. इसलिए कुछ पता नहीं है. ഞാൻ കിട്ടിക്കൊള്ളാം. ഞാൻ പിഴപ്പിച്ച പെണ്ണിനെ ഇപ്പൊ ഞാൻ കെട്ടാം. അഥവാ ഗർഭമില്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ല. अब जांच होगी झूठ बोले देखो लड़की. നാട്ടുകൂട്ടത്തിന്റെ തീരുമാനത്തെ മാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നോട് അല്പം കരുണ കാണിക്കണം. मैं उल्टा पड़ गया पासा. पंचायत गई तेम कैसे करो से बात. ഇപ്പോ എന്റെ തൊലി ഉരിയുക. തമ്പ്രാഞ്ചേട്ടാ, ഇനി നീ എന്നെ അങ്ങനെ വിളിക്കരുത്. തീർന്നു എല്ലാം. പഴയ ബന്ധവും പറഞ്ഞ് മേലില്ല പടി ചവിട്ടിയാ. कैसे बोल रहा अब वो बहाना मिल गया उसे है. है. खुद ही उसे फंसा रहा फिर खुद ही नाराज हो रहा. वही तो. എനിക്കറിയായിരുന്നു എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. पता नहीं क्यों रुकी वहाँ. अब उसके पास जा रखा है. अब उसको उसने वही चीज बताई. ഇല്ലേ? താങ്കൾക്ക് ഇങ്ങനെ കഴിഞ്ഞിട്ടെന്താ കാര്യം? अब बता रहा होगा कि उसने उसके साथ ഇനിയെങ്കിലും തുമ്പി വന്ന് अफेयर है. इसके दिमाग में उसके लिए नफरत भर रहा है. ये सही समझ गई. ठीक है बता दे. എന്ത് ചെയ്യാനാ? ഇപ്പോഴെങ്കിലും തരുന്നത് അറിഞ്ഞത് നന്നായി. ഇല്ലെങ്കിൽ ഇനിയും വലിയ ദ്രോഹങ്ങളാവും ചെയ്തേ. ഞാൻ ये समझ गई कि ये जानबूझ के भड़का रहा था. ഇത്രയും കാലം പെങ്ങളെന്ന് പറഞ്ഞു നടന്ന എന്റെ ഉള്ളിൽ കറങ്ങിയപ്പോ നിങ്ങൾക്ക് മുന്തില്ല. എങ്ങാണ്ടൊന്ന് വലിഞ്ഞു കയറി വന്ന ഒരു തെണ്ടിയെ കുറിച്ച് ഓർത്താ നിങ്ങൾക്ക് വേദന അല്ലേ? പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിതം തുറച്ച നിങ്ങളുടെ അനിയനാ. അത് മറന്നിട്ട് അവനെ എന്നെ കൂടെ കൂട്ടിയാ കൂടില്ല. ഇങ്ങനെ അപ്പോ എനിക്ക് പൊള്ളും. അത്രയും സഹിക്കാനുള്ള മഹാമനസ്കരൊന്നും സ്റ്റേഷനിലില്ല. ഇനി ഞാൻ ഒന്നും പറയുന്നില്ല. നിനക്ക് ज़्यादा कुछ नहीं समझा पाई वो. उसका पापा आ गया मालिकम का. अब तो करेगा नहीं मदद. हाँ കണ്ണയ്യൻ കുറിയും കൊണ്ട് വന്നതാ. ആദ്യം തമ്പുരാനാണല്ലോ തരുന്നത്. മോളെ पैर हटा दे उसने. आशीर्वाद दे देती है. ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? हर जगह वो बात फैला रहे हो. വെറുതെ പറയായിരിക്കപ്പാ. എന്റെ മോൻ അത്തരം വൃത്തികേടൊന്നും കാട്ടൂല തമ്പുരാൻ. വെറുതെ കറുത്തിട്ടുണ്ടെന്നല്ലാതെ കാര്യമായ വർഷമൊന്നും ഉണ്ടായില്ല. പാടത്ത് പണി തുടങ്ങിയാലേ ചന്തേ ചരക്കത്തു. रुपए भी नहीं देगा. पैसे में दे रहा. क्या होगा फिर. നേരെ നിശ്ചയിച്ചതും കുറി എഴുതിച്ചതും ഒക്കെ कार्ड തമ്പുരാന്റെ को വാക്ക് छुपा കേട്ടോ. दिया. വാക്ക് തന്നപ്പോ ഞാൻ വിചാരിച്ചോ വർഷം പണിക്കുമെന്ന്. മോടെ നിങ്ങളുടെ उनके साथ क्यों कर रहा है ऐसा? ഞാൻ नहीं, ഏറ്റൊന്നുമില്ല. ഇക്കാര്യം പറഞ്ഞ് മേലിൽ നീ ഇങ്ങോട്ട് വരിക. उसकी बहन ने क्यों बिगाड़ा इसका. മതിയപ്പാ. അപ്പ വരണെങ്കി വാ, ഞാൻ പോണു. इसको पता चल जाएगा हमें. उसे बता दिया उन्होंने. अच्छा എന്നാലും അവരത് പറഞ്ഞപ്പോ അവരും ഇവരും ഒന്നും പറയുന്ന അപ്പൊ നോക്കണ്ട. എനിക്കറിയാം എന്റെ ചേട്ടന്.